ഹായ് ഫായിസ് ആണ്. നമ്മളിവിടെ കോഴിക്കോട് കുന്നമംഗലത്തായിട്ട് റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഹോം ടൂറാണ് ഇന്ന് നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 15 സെൻറ്റ് സ്ഥലത്തായിട്ട് 2100 സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറായിട്ട് 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ട് ടോട്ടൽ 4 ബെഡ്റൂം വരുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. ഈ ഒരു വീടിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വീതി കൂടിയിട്ട് റോഡിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് താഴ്ന്നിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്നുള്ളത് ഈ ഒരു വീട് നമ്മൾ ചെയ്യുമ്പോൾ ഇതേ വീതി, ഈ ഒരു പ്ലോട്ടിന് എത്ര വീതി ഉണ്ടോ ആ ഒരു വീതിയിൽ മാക്സിമം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു നമുക്കുണ്ടായിരുന്ന ചലഞ്ച്. അങ്ങനെ നമ്മൾ ആ ഒരു വീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീട് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു 2100 സ്ക്വയർ ഫീറ്റിലെ വീടാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻസ് നമ്മൾ ചെയ്തുകൊണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് വാളിലേക്ക് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ ഡിസൈനിൻ്റെ ഷെയ്ഡ്സിനോട് മാച്ചിങ് ആയിട്ടുള്ള പെയിൻസും അതേപോലെ തന്നെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലോട്ടിൻ്റെ ഈ റോഡിൻ്റെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എൻട്രി ആക്സസ് പോയിന്റ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയൊരു കയറ്റത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലെ അതല്ലെങ്കിൽ വീട് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന പോലെ എന്ന രീതിയിലുള്ള ഒരു ഫീൽ ഇല്ലാതെ നമ്മൾ അത്യാവശ്യം പ്ലോട്ട് ഒരുപാട് മണ്ണിട്ട് പൊന്തിക്കുകയൊന്നും ചെയ്യാതെ അതേ പ്രകാരം തന്നെ നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് നമ്മളെ നോർമലായിട്ടുള്ള ഇൻ്റർലോക്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് അതിനൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴെല്ലാവരും തന്നെ കരിങ്കല്ല് അല്ലെങ്കിൽ കടപ്പ സ്റ്റോൺ പോലത്തെ മെറ്റീരിയലാണ് എപ്പോഴും ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിക്കാറ്. നമ്മളിവിടെ നോർമലായിട്ടുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ വീടിൻ്റെ ഡിസൈൻസിലേക്ക് നമ്മൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ സെൻറ്റർ ഏരിയയിലായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ ഏരിയയിൽ നമ്മൾ സിറ്റ് ഔട്ട് പ്ലേസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ ഒരു വീടിന് നേരത്തെ പറഞ്ഞല്ലോ വിഡ്ത്ത് കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളത്. സെൻറ്റർ ഏരിയയിൽ നമ്മൾ സിറ്റ് ഔട്ട് പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് 2 ബെഡ്റൂംസിൻ്റെ അതേപോലെ ലിവിങ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വീടിന് ഈ ഒരു ഷോ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലെ മെറ്റീരിയൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാനൈറ്റ് നോർമൽ ഗ്രാനൈറ്റ് അല്ല, ഒരു ലെപ്പോത്ര ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്രിപ്പ് കിട്ടുന്ന രീതിക്കുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെയുള്ള സൺഷെയ്ഡുകൾ നോക്കുകയാണെങ്കിൽ സൺഷെയ്ഡ് നമ്മൾ സാധാരണ സൺഷെയ്ഡ് 2 ഫുട്ട് 60 സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പ് നനയാതിരിക്കാനും കൂടുതൽ വെയിലുള്ളിലേക്ക് കയറാതിരിക്കാനുമായിട്ട് നമ്മൾ ഈ ഒരു സൺഷെയ്ഡിൻ്റെ പ്രൊജക്ഷൻ കുറച്ച് കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കുറച്ചൊരു ഭംഗി കിട്ടാനായിട്ട് നമ്മളിവിടെ ഒരു ഷോവാളിൽ കുറച്ച് ഗ്രൂസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് നമ്മളിവിടെ ചെറിയൊരു ഡിസൈൻ പ്രൊപ്പോഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഇൻസൈഡിലായിട്ട് സിറ്റ് ഔട്ടിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ഒരു ഏരിയ വീടിൻ്റെ അകത്തെ ഒരു സ്റ്റെയർ കേസ് റൂമാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തെ സ്റ്റെയർ കേസ് റൂമിൽ കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സാധാരണ ജനലല്ല ചെയ്തത്. ഇത് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഫ്രെയിംസ് വെച്ചിട്ടുള്ള ഒരു വിൻഡോ ആണ്. അൾജീരിയ സെക്ഷൻസ് എന്നാണ് ഇതിനെ പൊതുവേ പറയാറ്. ഒരു ബ്രൗൺ കളറിലാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് കിട്ടാനും സ്റ്റെയർ കേസ് വെളിച്ചം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ അവിടെ കൊടുത്തത്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിലും അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ആയിട്ട് വലിയ കുറച്ച് ഓപ്പണിങ്സ് ഉണ്ടാകുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വ്യൂക്ക് നന്നായി ഒരു ഭംഗി കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഈ ഒരു ബെഡ്റൂം പോർഷനിലേക്ക് വരികയാണെങ്കിൽ ബെഡ്റൂമിൽ നമ്മൾ ചെറിയൊരു ബോക്സ് ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തത്. ഈ ഒരു ബോക്സ് ഡിസൈൻ്റെ ഉള്ളിലായിട്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലാഡിങ്, ഇത് നാച്ചുറൽ ക്ലാഡിങ് ടൈൽസ് ആണ്. അതായത് നാച്ചുറൽ ക്ലാഡിങ് ടൈൽസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കരിങ്കല്ല് പോലുള്ള കല്ലുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ക്ലാഡിങ് ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തത്. ഇതും വീടിൻ്റെ ഒരു ഭംഗി എലിവേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ നമ്മളിപ്പോൾ വീടിൻ്റെ ഈ ഒരു എക്സ്റ്റീരിയറിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭംഗിക്ക് വേണ്ടി കൊടുത്തത്. പിന്നെ കളർ കോമ്പിനേഷൻസും അതേപോലെ തന്നെ നമ്മൾ ലൈറ്റിങ്സും നമ്മൾ കാര്യമായിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പോർഷനിലും പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് കിട്ടുന്ന സമയത്ത് ഈവനിങ് വ്യൂ നന്നായി പുറത്തുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനും വീടിൻ്റെ ആ ഒരു ഭംഗി പ്രോപ്പറായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് നമ്മൾ വീടിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് നമ്മൾ ഒരു ചെയർസ് ആയിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലയൻറ്റിന് കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇരുത്തം വേണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ബെഞ്ച് പോലത്തെ ഒരു സീറ്റിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ആൾക്കാർക്ക് കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഷൂറാക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തത് ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് കയറി ഇരിക്കാമെന്നുള്ള പർപ്പസിലാണ്. പിന്നെ വീട്ടിൽ വരുന്ന ചെരുപ്പുകളും അതേപോലെ ഷൂവും എല്ലാം വൃത്തിയായിട്ട് നമുക്ക് അടുക്കി വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് വലിയ ഒരു ഡോറാണ് നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്.
ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മരത്തിൽ ചെയ്തിട്ടുള്ള ഡോറല്ല, ഇത് സ്റ്റീൽ ഡോറാണ്. ക്യൂറാസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ ഡോറാണ് ഈ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ ലൈഫ് കൂടുതൽ കിട്ടുകയും ഭംഗി കൂടുതൽ കിട്ടുകയും എന്ന രീതിക്ക് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റീൽ ഡോർ. നമ്മൾ ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. ലിവിംഗ് റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഒരു എൽ ഷേപ്പിൽ നമ്മളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഈ എൽ ഷേപ്പിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ടി വി യൂണിറ്റിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള നല്ലൊരു സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ നമുക്ക് ടി വി കാണാനോ ഇനി അതെല്ലാം ഒരു ഡിസ്കഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് സംസാരിക്കാനോ ഒക്കെ പറ്റുന്ന രീതിക്കാണ് നമുക്ക് ഈ ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ ഫുൾ ഹൈറ്റിൽ വരുന്ന ഒരു കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഞാൻ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഡൈനിങ് പോർഷൻ വരുന്നത്. അപ്പോൾ ആ ഡൈനിങ്ങിൽ നമുക്കൊരു കണക്ഷൻ കിട്ടാനായിട്ട് നമ്മളിവിടെ വോൾ കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മളൊരു സെമി പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെമി പാർട്ടീഷൻ കൊടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഡൈനിങ്ങും അതേപോലെ ലിവിംഗ് റൂമും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചില സമയത്ത് നമ്മൾ ചില വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ലിവിംഗ് റൂം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് റൂമായിരിക്കും. അങ്ങനെ ആകുമ്പോഴേ കയറി വരുന്ന ഒരാൾക്ക് വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കയറിയ പോലെ ഒരു ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടി വി യൂണിറ്റ് നമ്മൾ ഡയറക്റ്റ് ഡോർ തുറന്ന് കാണുന്ന ഏരിയയിൽ തന്നെ ആയിട്ടാണ് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് സീലിംഗിൽ നമ്മൾ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ നമ്മൾ സിലിണ്ടറിക്കലായിട്ടുള്ള ലൈറ്റ്സും അതേപോലെ തന്നെ ചെറിയൊരു വുഡൻ ഡിസൈനും അതേപോലെ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങും നമ്മൾ ഈ ഒരു സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഒരു ലിവിംഗ് റൂം കയറി വരുന്ന ഒരാൾക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലിവിംഗ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഈ ഒരു പാസേജിൻ്റെ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈറ്റിംഗ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രൊഫൈൽ ലൈറ്റും അതേപോലെ തന്നെ നമ്മൾ സിലിണ്ടർ നമ്മളെ പാനൽ ലൈറ്റുമാണ് നമ്മൾ സീലിംഗിൽ കൊടുത്തത്. അതും നമുക്ക് ഇതേപോലെ തന്നെ കയറി വരുന്ന ഒരാൾക്കുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാക്സിമം നന്നാവുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. നമ്മൾ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് റൂമിലേക്കാണ് നമ്മൾ ലിവിംഗ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഡൈനിങ് റൂമാണ്. നമ്മൾ കാണാൻ കുറച്ച് ഭംഗി കൂടുതൽ കൊണ്ടുവരാനുള്ള കുറച്ച് ശ്രമങ്ങൾ അവിടെ ഇവിടെ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടീഷന് രണ്ട് സൈഡുണ്ട്. ലിവിംഗ് റൂമിൽ നമുക്ക് ഭംഗി കിട്ടും, ഡൈനിങ് റൂമിൽ നമുക്ക് ഭംഗി കിട്ടും. ഇവിടെ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു വോളാണ് നമ്മൾ സാധാരണ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വോളിൻ്റെ മുകളിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിഷോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പർഗോള ചെയ്യായിരുന്നു. അങ്ങനത്തെ പരിപാടികളായിരുന്നു പണ്ട് നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു വർക്കും പിന്നെ അതേപോലെ ഈ ഒരു ട്രാൻസ്പെറൻസി ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു എളുപ്പപ്പണിയാണ് ഈ പറഞ്ഞ പാർട്ടീഷൻ എന്നുള്ളത്. ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഡൈനിങ് ആണ് കാണുന്നത്. ഡൈനിങ്ങിൻ്റെ ഈ പാർട്ടീഷൻ്റെ ഇടയിലായിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണിത്. ഇത് ശരിക്കും നമ്മളൊരു പ്രെയർ യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂം പോലെ ആക്കാതെ നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു വോളിനെ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു പ്രെയർ യൂണിറ്റ് എന്ന രീതിയിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് നിൽക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ളൊരു സ്പേസ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു പ്രൈവസി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഡൈനിങ് റൂമിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ടോപ്പ് വരുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. 6 സീറ്റർ ചെയേഴ്സ് ആണ് വിത്ത് ചെറിയൊരു ഹാൻഡിൽ. നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഫാമിലി ലിവിങ് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലേഡീസ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊന്ന് ചെയേഴ്സിൻ്റെ മുകളിൽ ഇരുന്നൊരു സൊറ പറയാനുള്ള സ്പേസ് ആ ഒരു കംഫർട്ട് കൂടെ കിട്ടുന്ന രീതിക്കുള്ള ഒരു ചെയറാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു കോർട്ട്യാർഡാണ്. സാധാരണ കോർട്ട്യാർഡിനല്ല ഒരുവിധ ആൾക്കാരെല്ലാം ചെയ്യുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ അങ്ങനെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും നമ്മളെ 2 റൂമിൻ്റെ ഇടയിലുള്ള ഒരു പോക്കറ്റ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നമ്മളെ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്ത് കുറച്ച് കൂട്ടലും കുറയ്ക്കലും എല്ലാം കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുത്തതാണ്. ആ കൂട്ടലും കുറയ്ക്കലും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഫ്ലോറിങ് നമ്മൾ കൂട്ടാൻ കൊടുത്തു. പിന്നെ നമ്മൾ അതേപോലെ ഗ്ലാസിൻ്റെ വർക്ക് കൊടുത്തു. കൂടുതൽ വെളിച്ചം അതേപോലെ തന്നെ എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ജാളി കൊടുത്തു. ഈ ജാളിക്ക് പകരം ഗ്ലാസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചം മാത്രമാണ് കിട്ടുക, എയർ കിട്ടാറില്ല. ഈ ഒരു ജാളി കൊടുക്കുമ്പോഴേ നമുക്ക് വെളിച്ചവും അതിൻ്റെ കൂടെ എയറും കിട്ടും. ഇനി നമുക്ക് ചില ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, ഈ കോർട്ട്യാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ആൾക്കാർ ഈ ഗ്ലാസ് തല്ലി പൊളിച്ച് അകത്ത് കയറുമോ എന്നുള്ളത്. ആ ടെൻഷൻ നമ്മളെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാർക്കും കോമൺ ആണ്. ഇതേപോലെ ജാളി കൊടുക്കുന്ന സമയത്ത് ഒരു പരിധി വരെ ഒരാൾ കയറുന്നത് നമുക്ക് തടയാനും പറ്റും. 100% തടയാൻ പറ്റുമെന്നല്ല. ഒരാൾ വീടിൻ്റെ അകത്തേക്ക് കയറണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് എങ്ങനെയും കയറാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീല് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. നമ്മളിങ്ങനെ ഒരു കോർട്ട്യാർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ കണ്ടല്ലോ ജാളി മാത്രമാണല്ലോ കൊടുത്തത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ടോ, സ്വാഭാവികമായിട്ട് രാത്രി സമയത്ത് കൊതുക് വീടിൻ്റെ അകത്തേക്ക് കയറില്ലേ, കൊതുക് അതേപോലെ പ്രാണികളും. അങ്ങനെ കൊതുക് അതേപോലെ പ്രാണികൾ കയറുന്ന സമയത്ത്, കയറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കയറുന്ന സമയത്ത് അത് വീടിനകത്ത് എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് നമ്മളിവിടെ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ
ഈ ഒരു ഗ്ലാസിൻ്റെ പർപ്പസ് ഇവിടെ എന്താണെന്ന് ചില ആൾക്കാർക്ക് സംശയം വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയ നമ്മളെ ഈ വീടിൻ്റെ ഉള്ളിലുള്ള ഏരിയ അല്ലാതെ നമുക്ക് മാറ്റാൻ ഈ ഒരു ഗ്ലാസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോസ് വല്ല പൊടിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല പ്രാണികളോ കയറുകയാണെങ്കിൽ ഗ്ലാസ് നമുക്ക് അടച്ചിടുകയാണെങ്കിൽ രണ്ടും രണ്ട് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഈ ഒരു കോർട്ട് യാർഡിൽ ഇരുന്നിട്ട് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷൻ ആണെങ്കിൽ ആ ഡിസ്കഷൻ വീടിൻ്റെ അകത്തേക്ക് കേൾക്കണ്ട എന്നുള്ളൊരു മനോഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഓപ്പണിങ്സ് അതേപോലെ തന്നെ ക്ലോസ്ഡ് ഗ്ലാസും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്കഷൻ നമുക്ക് കുറച്ച് പ്രൈവറ്റ് ആക്കി നിർത്താനും പറ്റും. പിന്നെ ഡൈനിങ്ങിനോട് തന്നെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വാഷ് കൗണ്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുവിധം വീട്ടിലെല്ലാം നമ്മൾ കാണാറ് ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ടാണ് വാഷ് ബേസിൻ ഉണ്ടാവാറ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഡൈനിങ്ങിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തത്. ഈ ഒരു വാഷ് കൗണ്ടർ എന്തിനാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചില സമയത്ത് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരേ രീതിക്കായിരിക്കില്ല ആറ്റിറ്റ്യൂഡ്. നമ്മൾ ചില സമയത്ത് ഈ കാർക്കിച്ച് വളരെ ശബ്ദമുണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട്, സൈലൻ്റായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തീന്മേശയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ അതേപോലെ വാഷ് ഏരിയ ആയിട്ട് നമ്മളൊരു സെർട്ടൻ ഗ്യാപ്പ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഡൈനിങ് ടേബിളിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വാഷിലുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ ഈ ഒരു വാഷ് ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ടച്ച് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു മിററാണ്. ഈ മിററിൽ ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ടച്ചിൽ വർക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ നല്ലൊരു ക്ലാഡിങ്ങിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കൂടുതൽ ഷോ ആയി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് സിലിണ്ടർ ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാഷിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ സ്റ്റെയർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു അവിടെ നമ്മളൊരു വലിയ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് വർക്കാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റീലാണെന്നുള്ളത്. നമ്മളെ വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ അകത്ത് ചെയ്തിട്ടുള്ള ഡോറുകളെല്ലാം ഇത് WPCയുടെ കട്ടിലാണ്. WPC വെച്ചിട്ടുള്ള കട്ടിലാവുന്ന സമയത്ത് നമുക്ക് ചെതൽ അതേപോലത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു WPCയുടെ കട്ടിലവിടെ ചെയ്തിട്ടുള്ളത്. ഡോർ അതേപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്കിൻ ഡോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് നേരെ എൻ്റർ ചെയ്യുന്നത് വീടിൻ്റെ മെയിൻ കിച്ചണിലേക്കാണ്. നമ്മൾ ഈ ഒരു കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചൺ നമ്മളൊരു ചെറിയൊരു C ഷേപ്പിലാണ് നമ്മൾ കിച്ചൺ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നമ്മളൊരു ബ്ലൂ കളറും വീടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ ആയിട്ടുള്ളൊരു ടിൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് നമുക്ക് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കളറായിരുന്നു. അപ്പോൾ ആ ഒരു കളറിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ വീടിൻ്റെ എല്ലാ ഏരിയയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിൻ്റെ ബോട്ടം ക്യാബിനറ്റ്സ് എല്ലാം നമ്മൾ ഒരു ബ്ലൂ കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓവർഹെഡ് ക്യാബിനറ്റ്സ് എല്ലാം ഒരു വൈറ്റ് തീമിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ACP ഫാബ്രിക്കേഷൻ ACP വർക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. ടോപ്പിലായിട്ട് നമ്മളൊരു ബ്ലാക്ക് ഗ്രാനൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോനോട് ചേർന്നിട്ടാണ് നമ്മൾ വുഡ് ആൻഡ് ഹോപ്പ് വരുന്നത്. അത് നമുക്ക് അതേപോലെ തന്നെ സൈഡിലായിട്ട് നമ്മളൊരു വാഷ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു ഫ്രിഡ്ജും കൂടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കിച്ചണോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ചെറിയൊരു സ്റ്റോർ റൂം ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്പേസ് അല്ല, ചെറിയ കുറച്ച് മുഷിഞ്ഞ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനെല്ലാം പറ്റുന്ന രീതിക്കുള്ള ഒരു ചെറിയൊരു സ്റ്റോർ റൂം ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു എൻട്രി, ഈ ഒരു ഡോറ് കയറി കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഈ ഒരു വീട്ടിലെ അത്യാവശ്യം നല്ലൊരു സൈസ് കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സീലിങ്ങിൽ ചെറിയൊരു ആംബിയൻ ലൈറ്റും അതേപോലെ തന്നെ സീലിങ്ങിൽ ഒരു ജിപ്സം ഫോൾ സീലിംഗ് വർക്കും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റൂമിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് കാണുന്ന ഈ ഒരു വോള് നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ക്ലയൻറ്റിന് അത്യാവശ്യം ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു കളറായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറോട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലായിട്ട് ഒരു കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. കേർട്ടൻ സിമിലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ ബെഡിൻ്റെ ഹെഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കുഷ്യനാണ് വിത്ത് ക്ലോത്ത് മെറ്റീരിയലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിളിലായിട്ട് നമുക്ക് പ്ലഗ് പോയിൻറ്റ്സും അതേപോലെ 2-way കൺട്രോൾസും എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ബെഡിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ വാർഡ്രോബ് എന്ന് പറയുന്നത് PVC ലാമിനേറ്റ് വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള വാർഡ്രോബാണ്. 4 കള്ളിയായിട്ടുള്ള ഒരു വാർഡ്രോബാണ് അത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതും കംപ്ലീറ്റ് കസ്റ്റമായിട്ട് നമ്മൾ മെയ്ഡ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഡെക്കോറിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ തന്നെ ചെറിയൊരു എക്സ്റ്റൻഷനാണ് ഈ കാണുന്ന ഡ്രസ്സർ യൂണിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക അതേപോലെ എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ പർപ്പസിനെല്ലാം പറ്റിയ ഒരു ചെറിയൊരു ഏരിയ ആണത്. ഇവിടെ തന്നെ നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് പോലുള്ള ചെറിയൊരു ക്യാബിനറ്റും കൂടെ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു സെക്കൻഡ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമ്മൾ ഡോറ് തുറന്ന് നേരെ കയറുന്നത് ചെറിയൊരു പാസേജ് ഏരിയയിലാണ്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ എപ്പോഴും ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ കാണുന്ന ഒരു വോളാണത്. ഈ ഒരു വോളിൽ നമ്മളൊരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല 2 ഫോട്ടോ ഫ്രെയിംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്.
ഈ റൂമിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു പാരൻസ് റൂമാണ്. ഇവിടെ നമ്മൾ കൂടുതൽ വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഫംഗ്ഷണലായിട്ട് കസ്റ്റമർ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കട്ടിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഈ റൂമിന് നമ്മൾ ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെയും ചെറിയൊരു കളർ തീം നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒരു വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിക്ക് നമ്മളൊരു വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തെ വീടിൻ്റെ പുറംഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്ലാഡിംഗ് വോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാഡിംഗ് വോൾ എന്ന് പറയുന്നത് ഈ ഒരു വോളിൻ്റെ പുറകിലായിട്ട് വരുന്നത്. നമ്മൾ അപ്പർ ലിവിംഗിൽ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 ബെഡ്റൂമുകളിലേക്കാണ്. ഒന്ന് നമുക്ക് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും ആയിട്ടാണ്. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് തൽക്കാലം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നിലവിലുണ്ടായിരുന്ന ഫർണിച്ചേഴ്സാണ് നമ്മളിവിടെ എല്ലാം യൂസ് ചെയ്തത്. ഈ റൂം നമ്മൾ ചെറിയൊരു ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് നമ്മൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ കൂടുതൽ കിട്ടാനാണ്. പിന്നെ ഫ്രണ്ടിലുള്ള വിൻഡോക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അത് വീടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നൊരു ബെഡ്റൂമാണ്. ആ ഒരു ബെഡ്റൂം ഇതേപോലെ തന്നെ ചെറിയൊരു പാസേജ് കാര്യങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു പാസേജിൽ നിന്ന് ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് താഴെ നമ്മൾ കണ്ട പോലെ തന്നെ ചെറിയൊരു ഫോയർ പാസേജ് ഏരിയ എവിടെയും വരുന്നുണ്ട്. ഈ ഒരു പാസേജ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കാണ്. ഇവിടെയും നമ്മൾ ഈ ഒരു ബെഡ്റൂമിലും ഭംഗി കൊടുക്കാനായിട്ട് നമ്മളൊരു വോള് ചെറിയൊരു കളർ നമ്മൾ പെയിൻറ്റിങ് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് കളർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂം ഭംഗിയാക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ്. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ എന്ത് തന്നെയാലും ഇവിടെ ഒരു കളർ അടിക്കണം. അത് 1 ലിറ്ററോ 2 ലിറ്ററോ കളർ നമുക്കൊരു ചേഞ്ച് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ അത് ആ റൂമിൻ്റെ അപ്പിയറൻസ് വല്ലാതെ മാറ്റാൻ സഹായിക്കും. പിന്നെ ഇവിടെയും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു വാർഡ്രോബ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഈ കാണുന്നതാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്ത് നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോയറിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു പാസേജിലേക്ക് കയറുകയാണെങ്കിൽ പാസേജിൽ നമുക്കൊരു ഡോറൂടെ കാണാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീൽ ഡോറാണ്. വീടിൻ്റെ എക്സിറ്റിലേക്ക് വരുന്ന എല്ലാ ഡോറുകളും നമ്മൾ സ്റ്റീലാണ് സെറ്റ് ചെയ്തത്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്പേസാണ് ഈ ഒരു വീടിൻ്റെ ഓപ്പൺ ടെറസ്. പൊതുവേ നമ്മളെല്ലാ വീടുകൾക്കും നമ്മൾ ഇതേപോലത്തെ ഒരു സ്പേസ് ഓപ്പൺ ടെറസ് ആയിട്ട് എല്ലാവരും വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ ടെറസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ടെറസിൽ നമ്മൾ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വോളിൽ കുറച്ചൊരു ഗ്രില്ല് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ നമ്മൾ ടൈലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ ഒരു ഏരിയ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു വീട്ടിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ആക്സസറീസ് ഉണ്ടാവാറുണ്ട്. അതായത് പഴയ ബുക്സ്, അതേപോലെ തന്നെ സ്പെയർ ആയിട്ടുള്ള ടേബിൾ, ചെയേഴ്സ്, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഈ ബാഗ്സ്, ട്രോളി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്.
അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് എല്ലാ വീട്ടുകാർക്കും ആവശ്യമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ഒരു ഓപ്പൺ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പൺ ഡ്രസ്സ് കൺസെപ്റ്റിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്യാനും സ്റ്റോക്ക് ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ വീട് വൃത്തിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഡ്രസ്സ് നമുക്ക് അത്യാവശ്യമാണ്. ഈ ഓപ്പൺ ഡ്രസ്സിന് തന്നെ നമുക്ക് ഒരു എക്സ്റ്റൻഷനും കൂടെ ഉണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ഡ്രസ്സിൻ്റെ തന്നെ ഷീറ്റ് ഇടാത്ത ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മൾ ടൈലിൻ്റെ വർക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വാട്ടർ ടാങ്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്ടർ ടാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ, അതേപോലെ തന്നെ ബാക്കി ഫ്രീ ആയിട്ട് നിർത്തിയിട്ടുള്ള ഒരു ആക്സസിബിൾ ഏരിയ. അതാകുമ്പോഴും നമുക്ക് ക്ലോത്ത് എല്ലാം ഈ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലോത്ത് എല്ലാം മാറിയിടാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ സ്റ്റെയറിൻ്റെ ഒരു ലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു വ്യൂ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നേരത്തെ താഴേന്ന് നമ്മൾ പറഞ്ഞു, താഴെ നിന്നുള്ള കാഴ്ച ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് കൊടുത്തത്. അങ്ങനെ മാത്രമല്ല, നമുക്ക് മുകളിലുള്ള പാസേജോ അതല്ലെങ്കിൽ അപ്പർ ലിവിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു കാണാനൊരു ഭംഗിക്ക് നമുക്ക് ഇതേപോലത്തെ ലൈറ്റ്സ് സഹായിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പാസേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത് നമ്മളെ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഇതും നമ്മൾ സ്റ്റീൽ ഡോർ തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ, ബാൽക്കണിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബാൽക്കണി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. നമ്മൾ ചെറിയൊരു ഹാൻഡ് റെയിലും അതേപോലെ തന്നെ ഗ്ലാസും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബാൽക്കണിയാണ്. നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ അത്ര വലുപ്പമില്ലാത്ത, സ്ക്വയർ ഫീറ്റ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിൻ്റെ ഏരിയ നമ്മൾ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് എപ്പോഴും യൂസ് ചെയ്യാത്തൊരു പോർഷനാണ് എപ്പോഴും ഒരുവിധം വീടുകളിലെല്ലാം എല്ലാം ബാൽക്കണി. അപ്പോൾ അത് വലിയ സ്പേസ് ആക്കാതെ ചെറിയ സ്പേസ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ്റെനൻസ്, ക്ലീനിങ് കുറച്ച് നമുക്ക് എളുപ്പമാവുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ബാൽക്കണിയുടെ കാര്യം പറഞ്ഞു. സിറ്റ് ഔട്ടിൻ്റെ അത്ര വലുപ്പമില്ല, കുറച്ച് ചെറിയ ബാൽക്കണിയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് സിറ്റ് ഔട്ടിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഓപ്പൺ ഡ്രസ്സാണ് ഇവിടെ. ഇതേപോലെ ഒരു ഗ്ലാസ് ആയിട്ടുള്ള ഹാൻഡ് റെയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഓപ്പൺ ഡ്രസ്സിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയൊരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയിൽ തന്നെ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ റൂഫിലായിട്ട് കുറച്ച് ചെടികളോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, ഇനി അതല്ല എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പറ്റിയ രീതിയിൽ മുതിർന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ സ്പേസ് കണ്ടത്. കാരണം കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് ഹാൻഡ് റെയിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു മെയിൻ്റനൻസിനുള്ള ഒരു പ്രൊവിഷനായിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു ക്ലാഡിങ്ങിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം വീടിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള കുറച്ച് സംവിധാനങ്ങളാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള നാച്ചുറൽ ക്ലാഡിങ് ടൈൽസ് ആണ്. നമ്മൾ ഈ ഒരു വീടിൻ്റെ പ്ലാനും അതേപോലെ ബഡ്ജറ്റും അറിയേണ്ട ആൾക്കാർക്ക് തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ കോഴിക്കോട് നടക്കാവലാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് വീടോ കാര്യങ്ങളോ വീട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇൻറ്റീരിയർ മാത്രമായിട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ വർക്ക് A to Z തുടക്കം മുതൽ അവസാനം വരെ ഇൻക്ലൂഡിങ് ഡിസൈൻ ഡീറ്റെയിലിങ്ങോട് കൂടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കാലിക്കറ്റ് അതേപോലെ കണ്ണൂർ അതേപോലെ മലപ്പുറം ഏരിയയിലാണ് നമ്മൾ മേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയയിലുള്ള ആർക്കും എപ്പോഴും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം.